മതപരമായി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ ഒരു കാരണവശാലും മതപരമായ വിഷയവുമായി തിരിച്ചുവിടരുത് എന്നുള്ളതാണ് നമ്മളെല്ലാം ഒരുമിച്ചെടുക്കേണ്ട തീരുമാനം. അതുകൊണ്ട് തന്നെ അത് ബീഫ് ഫെസ്റ്റിവൽ ആയാലും ആളുകളുടെ നടുവിൽ വെച്ച് ഒരു മൃഗത്തെ അറുത്ത് അതിൽ ആഹ്ലാദം കൊള്ളുന്ന ചെറുപ്പക്കാരുടെ വിഷയമായാലും അതിനെ ഒരുപോലെ കാണാനും രണ്ടിനെ ഒരുപോലെ നേരിടാനും നമുക്ക് സാധിക്കണം. ഇത് വോട്ട് ബാങ്കിന് വേണ്ടി കച്ചവടമാക്കുന്ന വിഷയമാക്കരുത്. ഇത് പാവപ്പെട്ട കർഷകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പശു, ആ പശുവിനെ അല്ലെങ്കിൽ മറ്റ് കന്നുകാലികളെ വളർത്തി അത് കേവലം പാല് കിട്ടുന്നതിന് വേണ്ടിയോ ചുമട് ചുമക്കുന്നതിന് വേണ്ടിയോ മാത്രമല്ല, മറിച്ച് മറ്റൊരു ഘട്ടത്തിൽ അത് അറവിന് വേണ്ടി വിൽപ്പന ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ സാമ്പത്തികമായ ഭദ്രതയിലുണ്ടാകുന്നത്. ഈ ചട്ടങ്ങൾ വന്നതോടുകൂടി ഇനി പശു വളർത്തലും പാല് കച്ചവടവും ആരും ഏറ്റെടുക്കില്ല. അതോടുകൂടി കോർപ്പറേറ്റുകൾക്ക് ഇത് നല്ലൊരു അവസരമായി മാറും. ഇവിടെ ബഹുമാനപ്പെട്ട രത്നാകരൻ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ബീഫ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് സംഗീത് സോം എന്ന് പറയുന്ന ആളുടെ അൽ ദുആ എന്ന് പറയുന്ന കമ്പനിയാണ്. അദ്ദേഹമാണ് മുസഫർ നഗറിലും അതുപോലെ തന്നെ അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ സമയത്തും താണ്ഡവമാടിക്കൊണ്ട് വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയത്. പിന്നീടാണ് മനസ്സിലായത് പ്രധാനപ്പെട്ട ബീഫ് എക്സ്പോർട്ടർ ഈ സംഗീത് സോം തന്നെയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ട്ണർ മോയിൻ ഖുറേഷി എന്ന് പറയുന്ന ആളായിരുന്നു. മോയിൻ ഖുറേഷിയുടെ കൂടെ സ്ഥലമെടുത്ത് ഇത് വിദേശത്തേക്ക് കയറ്റി അയച്ച് വിദേശ നാണ്യം ഉണ്ടാക്കുന്നതിനെ ഇടയിൽ വിഘാതമായി നിൽക്കുന്നത് ചെറിയ ചെറിയ അറവുശാലകളാണ്. അപ്പോൾ ചെറിയ ചെറിയ അറവുശാലകളെ ഇല്ലാതാക്കുകയും തൻ്റെ കച്ചവട സാമ്രാജ്യം, ഇതുപോലെ തന്നെ അൽ കബീർ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത് ബി ജെ പിയുടെ MLA-മാരും MP-മാരും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കച്ചവടമാണ്. ഈ അടുത്ത് ഉത്തർപ്രദേശിൽ പോയി ഒരു പ്രധാനപ്പെട്ട ബീഫ് എക്സ്പോർട്ടർ, അയാളുടെ പേര് സിറാജുദ്ദീൻ ഖുറേഷി എന്നാണ്. അദ്ദേഹം പറഞ്ഞു, മോദിയെപ്പോലൊരു നല്ല മനുഷ്യനില്ല. മോദി മുസ്ലിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും. കാരണം എന്താ, അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ വലിയൊരു ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയുണ്ട്. ആ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ സിറാജുദ്ദീൻ ഖുറേഷിയാണ് UP-യിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച്, പ്രധാനപ്പെട്ട ചില ആളുകളെ സംഘടിപ്പിച്ച് മോദിക്ക് പ്രസംഗിക്കാനുള്ള വേദി ഒരുക്കി കൊടുത്തത്. ആ സിറാജുദ്ദീൻ ഖുറേഷിയുടെ നോമിനിയാണ് ഇപ്പോൾ അവിടുത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി. യോഗി ആദിത്യനാഥിന് എല്ലാ അറവുശാലകളും പൂട്ടിക്കൊടുക്കണം. എന്തിനു വേണ്ടി? സിറാജുദ്ദീൻ ഖുറേഷിയുടെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ആ സ്ഥാപനം വളരണമെങ്കിൽ ബാക്കിയുള്ള പാവപ്പെട്ട കർഷകൻ മുഴുവൻ തെരുവിലേക്ക് പോകണം. നമുക്ക് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിലൂടെ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം ഈ ഗോശാലകളെക്കുറിച്ചാണ് അന്വേഷിച്ചത്. ഈ ഗോശാലകളിൽ ഫൂക്ക എന്ന് പറയുന്ന, അതേപോലെ പ്യൂരി എന്ന് പറയുന്ന രണ്ട് പരിപാടികളുണ്ട്. ഫ്യൂക്ക എന്ന് പറയുന്നത് ഈ പശുവിൻ്റെ അകിടിലെ കുട്ടിക്ക് വേണ്ടി സൂക്ഷിച്ച അവസാന പാലും എടുക്കുക എന്നുള്ളതാണ്. അതിന് ക്രൂരമായി കണ്ണു തുറുത്തി ഈ പശുക്കൾ വേദന കൊണ്ട് പൊളയുന്നത് അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്യൂരി എന്ന് പറയുന്ന ഒരു മാവിൻ്റെ ഇല തിന്നുവാൻ കൊടുത്ത് വെള്ളം പോലും നൽകാതെ അവസാനം മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം വൃദ്ധസദനം പോലും നേർക്ക് നോക്കാൻ പറ്റാത്ത നമ്മൾ ഗോശാലകളിൽ ഈ പാവം പശുക്കളെ സംരക്ഷിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്ന് മഹാത്മാഗാന്ധി 1926 യങ് ഇന്ത്യയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ തെരുവ് നായ്ക്കൾ, ജലീലിനെ ഞാൻ നോക്കുകയാണ്, തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത് ഒരു കാലത്ത്
അല്ല, തെരുവ് നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മളുടെ വീട്ടിലെ വളർത്തു നായ്ക്കളായിരുന്നു. അത് തെരുവിലേക്ക് ഇറങ്ങി. ഇനി നമ്മളുടെ വളർത്തു പശുക്കൾ തെരുവ് പശുക്കളായി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. കാരണം ഇതിനെ തീറ്റിപ്പോറ്റാൻ കഴിയാത്തപ്പോൾ രാത്രി ഇതിനെ പതുക്കെ പുറത്തേക്ക് വിടും. ഇപ്പോൾ ഈ അടുത്ത്